വി.ഡി. സതീശൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, കണക്ക് തീർക്കുകയല്ല, പഴയ മുഖ്യമന്ത്രിയെ ഞാൻ എതിർപ്പ് പറയുകയല്ല. പിണറായി വിജയൻ എസ്കോർട്ട് കൊണ്ടുപോയത്, അത്രയും എസ്കോർട്ട് യൂസ് ചെയ്തതൊക്കെ അദ്ദേഹത്തിന്റെ കാര്യമാണ്. ഞാൻ വലിയ നീതിമാനോ സിമ്പിളായിട്ടോ നിസ്സാരവൽക്കരിക്കുന്നതോ ഒന്നുമല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ കണക്ക് തീർക്കലിൽ ഏറ്റവും കൂടുതൽ കണക്ക് കാത്തിരുന്നു കൊടുക്കുന്ന ഒരാളാണ് വി.ഡി. സതീശൻ എന്ന് പറയാതെ വയ്യ. ചാണ്ടി ഉമ്മന്റെ മന്ത്രിസ്ഥാനം തട്ടിക്കളഞ്ഞതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ രാഷ്ട്രീയ ചൂട് പിടിക്കുന്ന ചർച്ചകൾ ഒരുപാട് നടന്നിട്ടുണ്ട്. പക്ഷേ അവസാനമായി ഇതുകൂടി ഒന്ന് പറയാതെ വയ്യ എന്നുള്ളതാണ്. 2016 മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വി.ഡി. സതീശന്റെ അർഹിക്കുന്ന മന്ത്രിസ്ഥാനം തട്ടിക്കളഞ്ഞത് കാത്തിരുന്നു 10 വർഷത്തിന് ശേഷം ഇപ്പോൾ വി.ഡി. സതീശനും അർഹിക്കുന്ന, ഈ നാട്ടിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്ത, ഈ നാട്ടിലെ ജനങ്ങളുടെ ശബ്ദമായി മാറിയ, ആവശ്യമായി മാറിയ, ആഗ്രഹമായി മാറിയ ചാണ്ടി ഉമ്മന്റെ മന്ത്രിസ്ഥാനവും കണക്കു തീർക്കാൻ വേണ്ടി മാത്രം തട്ടിക്കളഞ്ഞു എന്നുള്ളതാണ്. എങ്ങനെയാണ് അവസാന സമയത്ത് ജനീഷ് കുമാർ കയറി വന്നത്? അവിടെ എങ്ങനെയാണ് ജനീഷ് കുമാർ കയറി വന്നത് എന്നുള്ളതാണ്. ചാണ്ടി ഉമ്മൻ എന്ന് പറയുന്ന അർഹത ഏറ്റവും കൂടുതലുള്ള, സ്വീകാര്യത ഇതിന് ഏറ്റവും വലിയൊരു കാരണമാണല്ലോ. ഒരു സർപ്രൈസ് എൻട്രി ആയി ജനീഷ് കുമാർ മാറി എന്നുള്ളതാണ്. ആ വേടാണ് സർപ്രൈസ്. ആരും ആഗ്രഹിച്ചിരുന്നില്ല, ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. ആളുകൾ പ്രതീക്ഷിച്ചിരുന്ന, ആഗ്രഹിച്ചിരുന്ന എൻട്രി ആയിരുന്നു ചാണ്ടി ഉമ്മന്റേത്. കാരണം എന്താ? അത് ഏറ്റവും കൂടുതൽ കൺസീവ് ചെയ്യാൻ ബാധ്യസ്ഥനുമാണ് വി.ഡി. സതീശൻ. കാരണം വി.ഡി. സതീശൻ ആവണമെന്ന് ഈ നാട് പറഞ്ഞത് എക്സ്പീരിയൻസ് കൊണ്ട് രമേശ് ചെന്നിത്തല ഉള്ളപ്പോ, നേതൃസ്ഥാനം കൊണ്ട് കെ.സി. വേണുഗോപാൽ ദേശീയ തലത്തിൽ പോലും നേതൃത്വ പാഠവും തെളിയിച്ച ആളുള്ളപ്പോ, സതീശൻ പട നയിച്ചയാളാണ്. സതീശനാണ് ജനശബ്ദമായി മാറിയത്. അതുകൊണ്ടാണല്ലോ സതീശനെ ഹൈക്കമാൻഡ് പരിഗണിച്ചത്. സ്വാഭാവികമായും ചാണ്ടി ഉമ്മനെ അത്തരത്തിൽ പരിഗണിക്കപ്പെട്ട സതീശൻ പരിഗണിക്കണമായിരുന്നു. അത് ചാണ്ടി ഉമ്മൻ വേണ്ട, എന്റെ പാർട്ടിയാണ് എനിക്ക് വലുതെന്ന് പറയുമ്പോഴും മ്യൂസിയത്തിൽ രാവിലെ നടക്കാൻ ഇറങ്ങുമ്പോൾ ഒരു വീട്ടമ്മ വന്ന് കെട്ടിപ്പിടിച്ച് പറഞ്ഞതെന്താ? മന്ത്രിയാകണമായിരുന്നു മോനെ എന്ന്. പുതുപ്പള്ളിക്കാർ മുഴുവനും മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ ഉപേക്ഷിച്ച് തിരികെ പോകാൻ ഒരുങ്ങിയതെന്താ? ചാണ്ടി ഉമ്മൻ നിർബന്ധിച്ച് പിടിച്ച് അതിൽ പങ്കെടുപ്പിച്ചെങ്കിലും ആഗ്രഹം, ജനങ്ങളുടെ ആഗ്രഹം, അത് കേൾക്കാതെ പോയി. എന്തുകൊണ്ട് കേൾക്കാതെ പോയി? കണക്കു തീർക്കണം, എനിക്ക് കിട്ടിയത് തിരിച്ചു കൊടുക്കണം എന്നുള്ള ആഗ്രഹം, അകടങ്ങാത്ത പക, അത് മനസ്സിലിട്ട് ഹോൾഡ് ചെയ്തത് കൊണ്ട് മാത്രമാണ് വി.ഡി. സതീശൻ അത് കൊടുക്കാണ്ടിരുന്നത് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല എന്നുള്ളതാണ്. വി.ഡി. സതീശൻ കണക്കു തീർത്തത് തന്നെയാണ് ചാണ്ടി ഉമ്മനോട് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. പിന്നെ സതീശന് വേണ്ടപ്പെട്ടവരെല്ലാം ഇപ്പോഴും സതീശൻ ചേർത്ത് പിടിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയായി കസേരയിൽ ഇരിക്കുമ്പോ ആദ്യം വന്ന് കൈ കൊടുത്ത ആളാരാണ്? സാക്ഷാൽ കൊച്ചിയുടെ നിയുക്ത MLA മുഹമ്മദ് ഷിയാസ് മുഖ്യമന്ത്രി കസേരക്കരികിൽ പോലുമുണ്ട്. ഒരു MLA ആണ്, ഒരു നിയുക്ത MLA ആണ്. MLA എന്നുള്ള ഒരു പോസ്റ്റ് നോക്കിയാൽ അവിടെ ഷിയാസ് വരേണ്ട കാര്യമില്ല. പക്ഷെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഷിയാസ് കാണപ്പെടുകയാണ്. അപ്പോ വേണ്ടവരെ വേണ്ട പോലെ വേണ്ടിടത്ത് കൂട്ടിച്ചേർത്ത് നിർത്താൻ സതീശൻ അറിയാം. വേണ്ടാത്തവരെ ഏത് സമയത്തും എങ്ങനെയും പുറംകാലുമടക്കി അടിച്ച് പുറത്തു കളയാനും സതീശൻ അറിയാമെന്നുള്ളതാണ്. പിന്നെ വി.ഡി. സതീശൻ ഒരു പോസിറ്റീവായി ഇങ്ങനെ നിൽക്കുകയാണല്ലോ ഈ കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോ. അതുകൊണ്ട് അതങ്ങനെ നടക്കട്ടെ. എല്ലാവരെയും പോലെ തന്നെ നമ്മളും പ്രതീക്ഷയിലാണ്. പക്ഷേ പ്രതീക്ഷകൾ അസ്തമിക്കുന്ന, പ്രതീക്ഷകളെ ഡിസ്റ്റർബ് ചെയ്യുന്ന സമയത്ത് ഈ ജനശബ്ദം തന്നെ വി.ഡി. സതീശനെ എതിരെ ശബ്ദിച്ചു തുടങ്ങുമെന്നുള്ളതാണ്. അങ്ങനെ വന്നാൽ അത് സതീശന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ സതീശൻ പറഞ്ഞിടുന്ന വനവാസമല്ല, യഥാർത്ഥ വനവാസത്തിലേക്ക് പോകേണ്ടി വരും. കാരണം പാളയത്തിൽ പടയുടെ മുകളിൽ കസേരയിട്ടാണ്, ആ കസേരയ്ക്ക് മുഖ്യമന്ത്രി കസേര എന്ന് പേരിട്ടാണ് സതീശൻ അതിന് മുകളിൽ ഇരിക്കുന്നത്. ജനങ്ങൾ തിരിഞ്ഞാൽ ഉറപ്പാണ് പാളയത്തിൽ പട സതീശനെതിരെ പുറത്തു വരും.